ചരിത്രമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പ്രകൃതിയിൽ അടങ്ങുന്ന എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പരിണാമത്തിനെയും ബാധിക്കുന്നൊരു വിഷയമാണ്. ചരിത്രമില്ലാത്തൊരു രാജ്യത്തൊരിക്കലും ജനാധിപത്യമില്ല. എന്നാൽ ഉള്ള ജനാധിപത്യത്തിനെ തകർക്കാനും ചരിത്രത്തിന് സാധ്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ നൈതികതയെയും മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനെയും ജീവിതത്തിൻ്റെ സർഗാത്മകതയും ഒക്കെ പരിപോഷിക്കാൻ ചരിത്രത്തിന് സാധിക്കും. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മറുഭാഗത്ത് ഈ പറഞ്ഞ സർഗാത്മകത ഇല്ലാതെയാക്കാനും നൈതിക സ്വഭാവങ്ങളെ നശിപ്പിക്കാനുമെല്ലാം ചരിത്രത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്തിൽ ചരിത്രമാകമാനം വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ചരിത്രകാരന്മാർ അഭിമുഖീകരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങളുണ്ട്. ഇന്ന് രണ്ട് തരത്തിലുള്ള ചരിത്രകാരന്മാർ ഇന്നുമുണ്ട്, പണ്ടുമുണ്ട്. ഇന്ന് പക്ഷെ കൂടുതൽ അത് പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാഡമിക്കായിട്ട് പണ്ഡിതോചിതമായിട്ട് അഭിപ്രായം പറഞ്ഞ് വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ ആസ്പദമാക്കി വിഷയങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ഗഹനമായി പഠിച്ച് എഴുതുന്ന പറയുന്ന ചരിത്രകാരന്മാരുണ്ട് വസ്തുനിഷ്ഠമായ രീതിയിൽ. എന്നാൽ ചരിത്രത്തിനെ അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് അവനവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചരിത്രത്തിനെ എഴുതുകയും പറയുകയും ചെയ്യുന്ന ചരിത്രകാരന്മാരുമുണ്ട്. ചരിത്രം ഒരു രാജ്യത്ത് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ ഭൂതകാലത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഭൂതകാലമില്ലാത്തൊരു രാജ്യത്തിൽ ചരിത്രമുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസകരമാണ്. അപ്പം ആ ചരിത്രം എപ്പോഴും ഭൂതകാലത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലേക്ക് നടക്കുന്നൊരു പ്രക്രിയയാണ് മനുഷ്യോന്മുഖമായിട്ടുള്ള ചരിത്രം. ഭൂതകാലത്ത് നിന്ന് പഠിച്ച നന്മകളെ മുഴുവൻ സ്വീകരിച്ച് തിന്മകളെ നിഷേധിക്കണം. അങ്ങനെയുള്ള ചരിത്രം എഴുതുന്നവരാണ് അക്കാഡമിക് ആയിട്ടുള്ള സ്കോളർലി ഹിസ്റ്റോറിയൻസ്. ഇപ്പം ഇന്ത്യയുടെ തന്നെ നമ്മളിപ്പോൾ ഈ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് കടക്കുന്നതിൻ്റെ മുൻപ് ഇപ്പം ഇന്ത്യയുടെ തന്നെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് സംസ്കൃതികളുടെയും ദർശനങ്ങളുടെയും ചിന്തകളുടെയും നാടാണ് ഭാരതം. അനേകായിരം കൊല്ലത്തിൻ്റെ ചിന്താസരണികൾ പ്രവഹിച്ചൊഴുകിയിട്ടുള്ള നാട്. ആ നാടിൻ്റെ പൗരാണിക കാലഘട്ടത്തെക്കുറിച്ചും മധ്യകാലഘട്ടത്തെക്കുറിച്ചും ആധുനിക കാലഘട്ടത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ തർക്ക വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തിനാണ് അങ്ങനെ ഒരു വാദകോലാഹലങ്ങളും സംവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളൊരു ചരിത്രം എഴുതിയാൽ ആ വിഷയത്തെക്കുറിച്ച് വേറൊരു ചരിത്രകാരൻ വേറൊരു രീതിയിലാണ് എഴുതുക. ഹിസ്റ്ററി ഷുഡ് ബി ഓൾവേസ് ഒബ്ജക്റ്റീവ്, നോട്ട് സബ്ജക്റ്റീവ്. വസ്തുനിഷ്ഠമായിട്ട് എഴുതണം. പക്ഷെ അത് എഴുതുമ്പോൾ തന്നെ ഓരോ ചരിത്രകാരനും രാഷ്ട്രീയ വീക്ഷണമുണ്ട്, ഓരോ ചരിത്രകാരനും സാമൂഹിക വീക്ഷണമുണ്ട്, ഓരോ ചരിത്രകാരനും സാമൂഹിക രാഷ്ട്രീയ ജീവിയാണ്. ചരിത്രകാരൻ മാത്രമല്ല, എല്ലാ മനുഷ്യനും സോഷ്യൽ എനിമലാണ്, പൊളിറ്റിക്കൽ എനിമലാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിലും രാജ്യത്തിലും ലോകത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ, അപ്പം ഭാരതത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ പൗരാണിക ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചരിത്രമാണ്. എന്നാൽ ഇന്ന് ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭൂതകാലത്തെക്കുറിച്ച് പഠിച്ച് ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വലമായ ദർശനങ്ങളെയും സംസ്കൃതികളെയും അപഗ്രഥിച്ചുകൊണ്ട് അതിൻ്റെ വലിയ പൈതൃകങ്ങളെയും നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നുള്ള തലമുറയ്ക്ക് അതൊരു ആവേശം നൽകണം. അതാണ് ലോകത്തിൽ വസ്തുനിഷ്ഠമായിട്ട് ചരിത്രത്തിനെ അപഗ്രഥിക്കുമ്പോൾ ചെയ്യേണ്ടത്.
പക്ഷെ ഇന്നിപ്പോൾ എറിക് ഹോബ്സാം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ചരിത്രകാരനുണ്ടായിരുന്നു യൂറോപ്പിൽ. അടുത്ത കാലത്ത് വളരെ അടുത്ത കാലത്ത് അദ്ദേഹം ദിവംഗതനായത്. എറിക് ഹോബ്സാം പറയുന്നതിന് നേഷൻ വിത്തൗട്ട് എ പാസ്റ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ബിക്കോസ് വാട്ട് മേക്സ് എ നേഷൻ ഈസ് ദ പാസ്റ്റ്. വാട്ട് ജസ്റ്റിഫൈസ് വൺ നേഷൻ എഗൻസ്റ്റ് others is the past, and historians are the people who produce it. ദേശമെന്ന് പറയുന്നത് ഭൂതകാലത്തിൻ്റെ അവിടെ നിന്നാണ് ആരംഭം. ദേശത്തിൻ്റെ ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നതിൻ്റെ ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള മൂല്യങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നുമെല്ലാമാണ്. അപ്പോൾ ഒരു ദേശത്തിനെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ ഭൂതകാലത്തിനെ വിസ്മരിച്ചുകൊണ്ട് അതിനെ എഴുതാൻ പറ്റുകയില്ല. അപ്പോൾ ചരിത്രകാരന്മാരുടെ ഉത്തരവാദിത്തമാണ് രാജ്യത്തിൻ്റെ ഭൂതകാലം എന്താണ്, ഇന്ത്യയുടെ തിരൂരിൻ്റെ പൊന്നാനിയുടെ ഭൂതകാലം എന്താണെന്ന് പഠിക്കേണ്ടത്. ആ ഭൂതകാലം മനസ്സിലാക്കാത്തൊരു തലമുറയാണ് ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന യുവജനതയും വിദ്യാർത്ഥികളടക്കം. കാരണം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് തിരൂരിൻ്റെ പഴയ ചരിത്രം പഠിച്ചിട്ട് വേണ്ട പരീക്ഷ പാസ്സാവാൻ. അക്കാഡമിക് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പരീക്ഷ പാസ്സാവുന്ന തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സിലബസാണ് ഭൂരിഭാഗം സർവകലാശാലകളിലുമുള്ളത്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായ വിദ്യാഭ്യാസ രീതി പലയിടത്തും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇവിടെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്താ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വക്രീകരണത്തിന് വിധേയമാകുന്ന രണ്ട് വിഷയങ്ങളാണ് ചരിത്രവും ശാസ്ത്രവും. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഏത് പ്രസംഗത്തിലും ഏത് പുസ്തകത്തിലും അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കാണ് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രീയ വീക്ഷണം. മനുഷ്യൻ ശാസ്ത്രീയ ജീവിയായിരിക്കണം, ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടി ജീവിക്കണം, യുക്തിപരമായ ചിന്തകളിലൂടെ മുന്നോട്ട് നടക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ലോക നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ ഇന്ന് ശാസ്ത്രവീക്ഷണത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അന്ധവിശ്വാസങ്ങളും യുക്തിരഹിത ചിന്തകളും വളർന്നുകൊണ്ടിരിക്കുന്നു. വളരുക എന്ന് മാത്രമല്ല, ഭീമാകാരമായ രീതിയിൽ അത് വലിയൊരു സത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അശാസ്ത്രീയമായ ചിന്താഗതിയിലൂടെ മനുഷ്യൻ മുന്നോട്ട് നടക്കുന്നു. അപ്പം ഇതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അക്കാഡമിക് ആയിട്ടുള്ള ചരിത്ര പണ്ഡിതന്മാരില്ലാത്തതിൻ്റെ ഫലമായി ഒരു ഭരണകൂടത്തിനെ തൃപ്തിപ്പെടുത്താൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ വംശീയ ചരിത്രം, ഗോത്രചരിത്രം, മനുഷ്യജീവിതത്തിൻ്റെ പഴയകാലത്തിൻ്റെ ചരിത്രത്തിനെയൊക്കെ അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ചരിത്രത്തിൻ്റെ ആഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നു. ഇനി ഇന്ത്യയുടെ ഭൂതകാലം എന്ന് പറയുന്നത്, പൗരാണിക ഇന്ത്യ എന്ന് പറയുന്നത് പുരാണങ്ങളായി മാറി, വേദസംഹിതകളായി മാറി. ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഉജ്ജ്വലമായ ബൃഹത്തായ ഗ്രന്ഥങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളായിട്ട് മാറി. ഇതിഹാസ പുരാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നു ഇന്ത്യയിൽ. എത്രയോ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുന്നതിനെ എതിർക്കുന്നവരും ഉണ്ടാകാം. അതാണല്ലോ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് അഭിപ്രായവും ആർക്കും ഉണ്ടാകാം. പക്ഷെ വസ്തുനിഷ്ഠമായിട്ട് എല്ലാറ്റിനെയും നമ്മൾ സമീപിക്കണം. അങ്ങനെ ചില ഐതിഹ്യങ്ങൾ ഉണ്ടാക്കുക, കഥകൾ ഉണ്ടാക്കുക, സാങ്കല്പിക കഥകളിലൂടെ, കെട്ടുകഥകളിലൂടെ അത് ജനങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ മുന്നോട്ട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പൗരാണിക സംസ്കൃതിയെ ദുർവ്യാഖ്യാനിക്കുന്നതിൻ്റെ ഫലമായി ജനങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ, യുക്തിരഹിത ചിന്തകളുടെ ഒരാൾക്കൂട്ടമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇന്ത്യയിലും വലതുപക്ഷ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കാണുന്നത്. അപ്പോൾ ഉജ്ജ്വലമായ സംസ്കൃതി അവിടെ നിഷേധിക്കപ്പെടുന്നു. സയൻറ്റിഫിക് ടെമ്പർ എന്ന പദം പ്രയോഗിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഇന്ന് പഠിപ്പിക്കാൻ പാടില്ല ഇന്ത്യയിൽ. നെഹ്റുവിനെ കുറിച്ച് ആരും പറയാൻ പാടില്ല ഇന്ത്യയിൽ. മൗലാന ആസാദിനെ പറയാൻ പാടില്ല. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ പോലും ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല പലയിടങ്ങളിലും. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് ഈ ചരിത്രം? ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. മഹാസംസ്കൃതിയുടെ, മതേതരത്വത്തിൻ്റെ, മതനിരപേക്ഷതയുടെ, സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ രാജ്യമാണ് ഇന്ത്യ. തിരൂരടക്കമുള്ള പ്രദേശങ്ങൾ. എത്ര ഉജ്ജ്വലമായ സാംസ്കാരിക പൈതൃകമുള്ള പ്രദേശമാണ് തിരൂരും ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമെല്ലാം.
അത് ചരിത്രം നിർമ്മിച്ചിട്ടുള്ള ചില ഉജ്ജ്വലമായിട്ടുള്ള സംസ്കൃതികളാണ്. ആ ചരിത്രം നമ്മൾക്ക് എങ്ങനെ ഉണ്ടായി? 200 കൊല്ലോ 300 കൊല്ലോ 500 കൊല്ലം മുമ്പേ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിനേക്കാൾ അതിൻ്റെ എത്രയോ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന, നേരത്തെ സൂചിപ്പിച്ച സിന്ധു നദീതട സംസ്കാരം 2900 കൊല്ലങ്ങൾക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ ആ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പേര് മാറി. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലെ പല മേഖലകളിലും പഠിപ്പിക്കുന്നത് സിന്ധു സരസ്വതി സംസ്കാരമാണ്. പേര് തന്നെ മാറ്റി. ഇന്ന് സിന്ധു സരസ്വതി സംസ്കാരമെന്ന് ഉത്തരേന്ത്യയിലെ പല സർവകലാശാലകളിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? ആര്യന്മാർ മറ്റെവിടെ ഹിന്ദുക്കുഷ് മലനിരകളിലൂടെ കടന്നു വന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ആര്യന്മാർ എവിടെ നിന്നും വന്നവരല്ല, ആര്യന്മാർ ഇവിടെയുള്ളവരായിരുന്നു എന്നാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൻ്റെ പരിപൂർണമായ വൈകൃത സ്വരൂപങ്ങളാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർത്താലോ ആ എതിർത്തവന് പലതും നഷ്ടപ്പെടേണ്ടി വരും. എതിർക്കുന്നവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കപ്പെടും. ചിലപ്പോൾ ജീവൻ പോലും അപകടത്തിലാവും. അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മളിപ്പോൾ. ഇസ്രായേലിലും ഇത് തന്നെയാണ് സ്ഥിതി, അമേരിക്കയിലും ഇതാണ് സ്ഥിതി, റഷ്യയിലും ഇത് തന്നെയാണ് സ്ഥിതി. ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചരിത്രത്തിന് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരത്തിനെയും ചരിത്രത്തിനെയും വിധ്വംസനത്തിന് വിധേയമാക്കുക. അപ്പം അങ്ങനെയുള്ള രാജ്യത്ത് സ്വാഭാവികമായിട്ടും സർവകലാശാലകൾക്ക്, പുരോഗമന വീക്ഷണങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സർവകലാശാലകൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഫസർമാർക്ക് അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുക. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വിശ്വപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇപ്പം അതിൻ്റെ പ്രസിദ്ധിയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് അതിനാകെ ഒരു അപഭ്രംശം വരുത്തി കഴിഞ്ഞു. ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിൽ ഒന്നാണ് ഹാർവാർഡ് സർവകലാശാല. ഓക്സ്ഫോർഡ്, അതുപോലെ കേംബ്രിഡ്ജ്, മാസച്യൂസെറ്റ് സർവകലാശാല. ഹാർവാർഡ് സർവകലാശാലകൾക്കുള്ള ഫണ്ട് ട്രംപ് വെട്ടിക്കുറച്ചു 8 മാസം മുമ്പ്. കാരണം അവിടെ പഠിപ്പിക്കുന്ന വിഷയമൊക്കെ പുരോഗമനപരമായ വിഷയമാണ്. സയൻറ്റിഫിക് റിസർച്ച് സെൻ്റർ. അത് ഹിസ്റ്ററി ആയാലും ഏത് വിഷയമായാലും ഗഹനമായി പഠിപ്പിക്കുന്നു. ഇപ്പം ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചിന്തകൾ കുട്ടികളിൽ വളരാൻ പാടില്ല, യുവാക്കളിൽ വളരാൻ പാടില്ല. അപ്പം അതുമാതിരിയുള്ളൊരാശയം ഇന്ത്യയിൽ ഉടലെടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ കാരണം ഒരു ഭരണകൂടത്തിൻ്റെ മാത്രമല്ല, ഒരു ജനതയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ഇപ്പോൾ തിരൂർ എന്ന പ്രദേശത്ത് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ചു, അധ്യാത്മരാമായണം എഴുതി, ഹരിനാമകീർത്തനം എഴുതി എന്ന് മാത്രമല്ല, ആ ഹരിനാമകീർത്തനം നവോത്ഥാന പ്രക്രിയയുടെ ആരംഭം കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഋതുമതിയായ സ്ത്രീക്കും പതിതനും ചണ്ടാലനും നാമം ചൊല്ലാമെന്ന് ഇവിടെ ഇരുന്നിട്ട് എഴുതിയത് എഴുത്തച്ഛൻ. ജാതി മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ ഭാഷാപിതാവ് ജാതിയെ ചോദ്യം ചെയ്തു, ബ്രാഹ്മണ മേധാവിത്വത്തിനെ ചോദ്യം ചെയ്തു. ആ ബ്രാഹ്മണ്യത്തിനെ ചോദ്യം ചെയ്യാൻ അന്ന് തുടങ്ങിയിട്ട് ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം ഇന്ത്യയിൽ അത് തന്നെയുള്ളൂ, വേറൊന്നുമില്ല. ബ്രാഹ്മണ്യത്തിൻ്റെ സമഗ്രാധിപത്യമാണ് ഇന്ത്യയിൽ. അത് മറഞ്ഞിട്ടില്ല, മായുകയുമില്ല. ഈ ജാതിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഈ കാസ്റ്റ് ഹെജിമണിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയനെ അടിക്കും, എന്നാൽ ക്ഷത്രിയൻ അങ്ങോട്ട് തിരിച്ചടിക്കല്ലേ വേണ്ട, അത് ചെയ്യില്ല. ക്ഷത്രിയൻ അടിയിലുള്ളവനെ അടിക്കുക, വൈശ്യൻ അടി കിട്ടി അങ്ങോട്ടല്ലേ കൊടുക്കണ്ട, അത് ചെയ്യില്ല, ശൂദ്രനെ അടിക്കും. നായര് ഈഴവനെ അടിക്കുക, ഈഴവന് ദളിതനെ അടിക്കുക, ഈഴവൻ നായരെ അടിക്കാറില്ല. അതാണ് എൻ്റെ കോൺട്രഡിക്ഷൻ ജാതിയുടെ. എപ്പോഴും കീഴ്പ്പെട്ടുള്ളവനെ അടിച്ചമർത്തുക. തന്നെ അടിച്ചവൻ ആരാണ്, അവനെതിരായിട്ട് പടപൊരുതുകയില്ല. അത് ഈ കാസ്റ്റിൻ്റെ വല്ലാത്തൊരു ഭീകരമായ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞ അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ പരസ്യമായിട്ടുള്ള ഉന്മൂലനം നടത്തണം. അംബേദ്കർ അത് പറഞ്ഞ് പ്രവർത്തിച്ച അംബേദ്കർ തന്നെ അവസാനം ഈ ജാതിയുടെ ഭീകരമായ കരാള രൂപത്തിനെതിരായ നിരന്തരമായ പോരാട്ടം അംബേദ്കർമാര് നടത്തിയ ഒരാൾ ഇന്ത്യയിലില്ല. ഗാന്ധി പോലും അംബേദ്കറുടെ അത്ര ജാതിക്കെതിരായ പോരാട്ടം നടത്തിയിട്ടില്ല. അംബേദ്കറും ഗാന്ധിയും തമ്മിൽ വലിയ സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സർഗാത്മക ചൈതന്യത്തിൻ്റെ മുഹൂർത്തമാണ് അംബേദ്കർ ഗാന്ധി സംവാദം.
രൂക്ഷമായ സംവാദമാണ് രണ്ടുപേരും, അധിക ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻസ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന സംവാദമല്ല കേട്ടോ. ഗാന്ധിയും അംബേദ്കറും നടക്കുന്ന സംവാദം വളരെ ഡീപ്പ് ഇൻ്റലക്ച്വൽ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പക്ഷെ സംവാദം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ലതും വലിയ സുഹൃത്തുക്കളുമാണ്. ഇന്ന് ഒരാളെ വേറൊരാളെ വിമർശിച്ച പിന്നെ ആജീവനാന്തം മിണ്ടില്ല ഇന്നത്തെ സമൂഹത്തിൽ. അത്ര വൈരാഗ്യവും പകയുമൊക്കെയാണ് രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും. അപ്പോൾ അംബേദ്കർ ഗാന്ധി നടത്തിയിട്ടുള്ള സംവാദം ഈ കാസ്റ്റിനെ കുറിച്ചായിരുന്നു. ചരിത്രത്തിൻ്റെ ഒരു പുതിയ പ്രക്രിയയാണ് അവർ ആരംഭിച്ചത്. ജാതിയെ നശിപ്പിക്കാതെ ഇന്ത്യൻ്റെ ഈ സ്വാതന്ത്ര്യം നേടിയിട്ട് അതിന് പ്രത്യേക ഗുണമുണ്ടാകുകയില്ല എന്ന് അംബേദ്കർ എപ്പോഴും പറയുമ്പോൾ ഗാന്ധി അവസാന ഘട്ടത്തിലാണ് അംബേദ്കറുമായിട്ട് യോജിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഉജ്ജ്വല താളുകളാണിതെല്ലാം. അംബേദ്കർ ഒരു 3 ഇഞ്ച് ആഴത്തിലുള്ളൊരു കുഴി കുഴിച്ച് ഒരു മനുസ്മൃതി എന്ന ഗ്രന്ഥം അതിലോട്ട് കത്തിക്കുകയാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് 100 പേരത് കാണുന്നു. ആ കുഴിയിൽ വെച്ച് മനുസ്മൃതിക്ക് തീ കൊടുത്തുന്ന സമയത്ത് 3 ബാനറുകൾ എഴുതി വെച്ചു അതിൻ്റെ ചുറ്റും. ജാതിയുടെ ഉന്മൂലനം, ഉച്ചനീതിത്വത്തിൻ്റെ അവസാനം, സവർണ മേധാവിത്വത്തിൻ്റെ നാശം എന്നൊക്കെ പറഞ്ഞ 3 ബാനറുകൾ എഴുതി വെച്ച് ഒരു ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടു. ചെറിയൊരു പന്തലുണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ആളുടെ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടുള്ളൂ. ആ ഫോട്ടോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടേതായിരുന്നു. എന്നിട്ട് പറഞ്ഞു അംബേദ്കർ വേണമെങ്കിൽ കണ്ടോളാൻ ഫോട്ടോ നോക്കിയിട്ട്. ഇത് നശിക്കാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല. ഗാന്ധിക്ക് പല ഘട്ടങ്ങളിലും അംബേദ്കറിനോട് ഉത്തരവുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ജാതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സവർണ മേധാവിത്വം ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുകയാണ്. അവരാണ് ഈ ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി ഉണ്ടാക്കുന്നത്. ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനം മുഴുവൻ നടത്തുന്നവരാണ്. അവർക്ക് വേണ്ടി അവർണനെ എപ്പോഴും അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളിലും ഈ ചരിത്രത്തിൻ്റെ വിധ്വംസന പ്രക്രിയയും ചരിത്രത്തിൻ്റെ വൈകൃത സ്വരൂപങ്ങളും ഉടലെടുക്കുന്നത്. അവർക്ക് എപ്പോഴും ഭരിക്കണം, അധികാരം വേണം, സമ്പത്ത് വേണം, എല്ലാം വേണം. അതിന് ഏറ്റവും എളുപ്പപ്പണി എന്താ? ചരിത്ര ദുർവ്യാഖ്യാനം. അല്ലാണ്ട് തെരഞ്ഞെടുപ്പിലൂടെ ഗവൺമെൻറ് വന്നിട്ടല്ല ഫാസിസം അധികാരത്തിൽ വരുന്നത്. ആ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഫാസിസം എപ്പോഴും അധികാരത്തിൽ വരിക ചരിത്ര ദുർവ്യാഖ്യാനത്തിലൂടെയും വിദ്യാഭ്യാസ രംഗത്തെ വൈകൃതവൽക്കരണത്തിലൂടെയുമാണ്. ആ 2 രംഗത്തും ആധിപത്യം കാണിച്ചാൽ പിന്നെ പൊളിറ്റിക്കൽ ആധിപത്യം ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. 100 കൊല്ലമായി ഇന്ത്യയിൽ ഏർപ്പാട് തുടങ്ങി. ഇതിപ്പോൾ 100ാമത്തെ കൊല്ല. കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയത വിത്തിൻ 100 years 12 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു ഏതാണ്ട്. അപ്പം ഇനിയും 19 കൊല്ലം ഭരിക്കുന്ന അവർ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിൻബലം എന്തായി? ചാതുർവർണ്ണ്യം, ഡിസ്റ്റോർഷൻ ഓഫ് ഹിസ്റ്ററി. കാരണം ചരിത്രം അറിയാത്ത യുവജനത പോട്ടെ, മധ്യവയസ്കന്മാർക്ക് ഇന്ത്യയുടെ ചരിത്രം. പ്രൊഫസർ ഹിസ്റ്ററി പഠിപ്പിക്കുന്നു. ശിവദാസ് അദ്ദേഹത്തിൻ്റെ ഒപ്പം പഠിപ്പിക്കുന്ന ഒരു കെമിസ്ട്രി അധ്യാപകനോട് ഇന്ത്യൻ ചരിത്രം പറയാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ല. അതല്ല ഇന്ത്യ. ഒരു ഡോക്ടർക്ക് അറിയോ? ഒരു എഞ്ചിനീയർക്ക് അറിയോ? നമുക്കിതെന്തിനാ അറിയേണ്ട ആവശ്യമൊന്നും എല്ലാവരുടെയും ഉള്ളിലുള്ള ധാരണ. രാഷ്ട്രീയക്കാർക്കാണ് ഇത് തീരെ അറിയില്ല. ഞാൻ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശരിയാ പറയുന്നത്. വായനയില്ല, അറിവ് നേടാനുള്ളൊരു വ്യഗ്രതയില്ല. അറിവും വിജ്ഞാനവും എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ജനാധിപത്യം നിലനിൽക്കും, മാനവികത നിലനിൽക്കും, സാഹോദര്യവും സഹിഷ്ണുതയും നിലനിൽക്കും. ഇന്നിപ്പോൾ അതില്ലല്ലോ. ഇപ്പം മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യത്തിൽ ആകെ ലക്ഷ്യം ലാഭം, സ്വാർത്ഥത, സ്വജനപക്ഷപാതം, അധികാരപ്രമത്തത. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ആ ഹിസ്റ്ററി അല്ലല്ലോ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ഹിസ്റ്ററി. അതുകൊണ്ട് ഭൂതകാലത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പറയാനുള്ള വ്യഗ്രതയിലാണെന്ന് 2 വിഭാഗം ചരിത്രകാരന്മാരും. രണ്ടാമത് ചരിത്രകാരന്മാർ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, രാജ്യത്ത് നിലനിൽക്കുന്ന ചരിത്രത്തിനെ എങ്ങനെ ജനങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് പുരോഗമനപരമായ വീക്ഷണത്തിലൂടെ എത്തിക്കും? അത് വലിയൊരു പ്രശ്നമാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യ ചരിത്രം ആദ്യമായിട്ട് എഴുതപ്പെട്ടത്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ജോൺ സ്റ്റുവാർട്ട് മിൽ എന്ന് പറയുന്ന സ്കോട്ടിഷ് ചരിത്രകാരനാണ് ഇന്ത്യയിൽ ഒരു ചരിത്രം ആദ്യം എഴുതുന്നത്. എന്താ എഴുതിയ ചരിത്രത്തിൻ്റെ 3 അധ്യായം? ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ. ആ വാക്കോടുകൂടി തന്നെ പ്രശ്നമായി. വിഭാഗീയതയുടെ ഏറ്റവും വലിയ കുത്തൊഴുക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്നത്.
അതിനെയാണ് പിൽക്കാലഘട്ടത്തിൽ, പിൽക്കാലം എന്ന് വെച്ചാൽ അധിക കാലമൊന്നും ആയിട്ടില്ല, ഈ 21-19 നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയിട്ടാണ് റമില താപ്പറും ബിപിൻ ചന്ദ്രയും സതീഷ് ചന്ദ്രയും ഒക്കെ ചേർന്നുകൊണ്ട് ഗോസാംബിക്ക് അതിന് മുൻപേ എഴുതിയത് ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ ആൻഡ് മോഡേൺ ഇന്ത്യ എന്നാക്കി മാറ്റിയത്. ആൻഷ്യൻ ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നുള്ള പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 150 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുൻപ് ഹിന്ദു ഇന്ത്യ, മുസ്ലിം ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ, എന്തേ ക്രിസ്ത്യൻ ഇന്ത്യ എന്നിട്ടാഞ്ഞത്? കാരണം ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാമ്രാജ്യത്വ ശക്തിയുടെ പേരെല്ലാവരെയും കേൾപ്പിക്കണം. അതിലൂടെ അവരുടെ ക്രൈസ്തവ മതത്തിൻ്റെതായിട്ടുള്ള സിദ്ധാന്തങ്ങൾ എല്ലാവർക്കും പ്രശ്നം, അവർക്ക് പ്രശ്നം സാമ്രാജ്യത്വത്തിൻ്റെ പ്രശ്നം, ലാഭവും സ്ഥലവിപുലീകരണവുമാണ്, അധിനിവേശമാണ്. ഇപ്പോഴും എന്താ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനത്തിൽ? ഇന്ന് മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ദ ഡാർക്ക് ഏജ് എന്നാ പറയുക പല സർവകലാശാല. ഇരുണ്ട കാലഘട്ടമാണ് മെഡീവൽ ഇന്ത്യ. വെളിച്ചം കിടക്കാത്ത കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം ഇന്ത്യയിൽ. അതാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന പലതും. ആ വെളിച്ചം കിടക്കാത്ത കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ 600 ചില്ലുവാനം കൊല്ലം ഭരിച്ചിട്ടുള്ള മുഗൾ രാജ്യവംശം, ഇവിടെ ഭരിച്ചിട്ടുള്ള മുസ്ലിം ചക്രവർത്തിമാർ, മുസ്ലിം രാജാക്കന്മാർ, അവരൊന്നും ഇന്ത്യയിൽ ഗുണകരമായിട്ട് ഭരിച്ചവരല്ല. അവരുടെ ഭരണമൊന്നും മനുഷ്യ പുരോഗതിക്ക് ഉപകാരപ്രദമായിട്ടുള്ളതായിരുന്നില്ല, മാനവികതയ്ക്കെതിരായിട്ടുള്ളതായിരുന്നു. ഇതൊക്കെയല്ലേ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മുഗൾ രാജ ചക്രവർത്തി ഇന്ത്യയിൽ എങ്ങനെ ഭരണം നടത്തണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭരണാധിപന്. അക്ബർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദ ഗ്രേറ്റ് എന്നാണ്. പിന്നെ ചരിത്രകാരന്മാർ വേറൊരു പേരുണ്ടാക്കിയതാണ് ഈ അക്ബർ ദ ഗ്രേറ്റ്. അത് പറയേണ്ട ഒരു ആവശ്യമില്ല ദ ഗ്രേറ്റ് എന്ന്. അക്ബർ ഈസ് ഓൾറെഡി ഗ്രേറ്റ്. അപ്പം അക്ബർ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ പല മന്ത്രിസഭയിൽ ബഹുഭൂരിഭാഗവും ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗം, മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. സേനാനായകൻ്റെ പേര് രാജാ ടോഡർമാൾ, ക്ഷത്രിയനാണ്. രാജാ ടോഡർമാരുടെ സഹോദരി യോധാബായിയാണ് അക്ബറിൻ്റെ സഹധർമ്മിണി, ഒരു സഹധർമ്മിണി. ഹിന്ദു സ്ത്രീയായിട്ടുള്ള സഹധർമ്മിണിക്ക് ഭക്തി, കൃഷ്ണനോടാണ് ഭക്തി എന്ന് പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ കൃഷ്ണക്ഷേത്രം പണി കഴിപ്പിച്ച ആളാണ് അക്ബർ ചക്രവർത്തി, ഭാര്യയ്ക്ക് ആരാധിക്കുക. അക്ബർ നാമ എന്നുള്ള ഗ്രന്ഥം എഴുതിച്ചു പണ്ഡിതന്മാരെ കൊണ്ട്. എങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, എങ്ങനെ രാജ്യം ഭരിക്കണം, രാജ്യത്തിൻ്റെ സംസ്കൃതി എന്താണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഗ്രന്ഥം. പിൽക്കാലഘട്ടത്തിൽ ജഹാംഗീറും ഹുമയൂണും ഷാജഹാനും ഒക്കെ വന്നത് നമുക്കറിയാം. ഷാജഹാൻ താജ്മഹൽ മാത്രമാണോ പണി കഴിപ്പിച്ചത്? അതാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണി കഴിപ്പിച്ചു. ഇവിടെയാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്ന രീതി. ഇപ്പോൾ പ്രൊഫസറോട് ചോദിച്ചാൽ അറിയാതെ ഇപ്പോഴും അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നു പറയാം, ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചു. ഭാര്യയായ മുംതസ് മഹലിനോട് ഉള്ള പരിശുദ്ധമായ പ്രേമത്തിൻ്റെ പ്രതീകമെന്നോണം താജ്മഹൽ പണി കഴിപ്പിച്ചുവെന്ന് അങ്ങനെയൊക്കെയുള്ള പിസാ ഗോപുരം ഇറ്റലിയിൽ പണി കഴിപ്പിച്ചു വേറൊരു ചക്രവർത്തി. ഇപ്പോൾ ബൃഹത്തോൾ ബൃഹത്ത് എന്ന് പറയുന്ന ലോകപ്രശസ്ത ചിന്തകനും കവിയും ചോദിക്കുന്ന ചോദ്യമുണ്ട്. താജ്മഹൽ പണി കഴിപ്പിക്കാനും പിസാ ഗോപുരം പണി കഴിപ്പിക്കാനും ചക്രവർത്തിമാർ കല്ലും ചുമന്നുകൊണ്ട് അവിടെ പോയോ? പിന്നെന്തിനാ ചക്രവർത്തി പണി കഴിപ്പിച്ചു എന്ന് പറയുന്നത്? ലക്ഷക്കണക്കിന് മനുഷ്യരാണത് പണി കഴിപ്പിച്ചത്. അപ്പം ആ കാലഘട്ടത്തിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞ ചരിത്രമാണ്, ചക്രവർത്തിമാരെ കുറിച്ച് പറഞ്ഞ ചരിത്രമാണ്. അങ്ങനെയുള്ള ചരിത്രത്തിനെയാണ് ഇവർ പുനരാവിഷ്കരിച്ചു കൊണ്ടിരുന്നത്. ചരിത്രം മനുഷ്യൻ്റെ ചരിത്രമാണ്. മനുഷ്യനാണ് ചരിത്രമുണ്ടാക്കിയത്. സമരങ്ങളാണ് ചരിത്രമുണ്ടാക്കിയത്. പോരാട്ടങ്ങളാണ് ചരിത്രമുണ്ടാക്കിയത്. അല്ലാതെ ചക്രവർത്തിയും മഹാറാണിയും മാത്രമല്ല. പണ്ടൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ രാജ്യം വികസിച്ചു. ശുദ്ധ അസംബന്ധമാണ്. അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് രാജാവ്. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ രീതിയിലാണ്. അതാ ബൃഹത്ത് ചോദിക്കുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കല്ല് ചുവന്ന് മാർബിൾ ചുവന്ന് വർഷങ്ങളെടുത്ത് താജ്മഹൽ പണിയിപ്പിച്ച് ആ മനുഷ്യരെക്കുറിച്ച് ചരിത്രം പറയാൻ ആരുമില്ല. റോമിലെ കൊളോഷ്യം പണിതത് ആരാണെന്ന് പറയാൻ ആരുമില്ല. സീസറുടെ കാലഘട്ടത്തിൽ അത് പണി കഴിപ്പിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ചരിത്രമാണോ നമുക്ക് വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇപ്പം പൗരാണികതയെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ഇവർ പറയുന്നത്. അപ്പം തിരൂരിൻ്റെ ചരിത്രത്തിൽ പുരോഗമനത്തിൻ്റെ പാത കാണിച്ചെന്ന് ഭാഷാപിതാവ് തന്നെയാണ്. മലയാള ഭാഷയുടെ ഹരിശ്രീ കുറിച്ചിട്ടുള്ള ഭാഷാപിതാവ് ഇവിടെ ജനിച്ചു. അങ്ങനെ ഒരുപാട്
സർഗാത്മക സിദ്ധാന്തങ്ങൾക്ക് ബീജാപാപം നൽകിയിട്ടുള്ള ആചാര്യന്മാർ പല പ്രദേശങ്ങളിലുമുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. ഇതേ തിരൂരിൽ ഭാഷാപിതാവ് ജനിച്ചിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടെ ഈ പൂങ്കോട്ടുംകുളർക്കരയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോയ കീഴടത്ത് തറവാട്. ആ കീഴടത്ത് തറവാട്ടിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതൻ സഖാവ് കീഴടത്ത് ദാമോദരൻ ജനിക്കുന്നത്. മാർക്സിസത്തിൻ്റെ ഹരിശ്രീ ഇന്ത്യക്കാരെ പഠിപ്പിച്ച സ്കോളറാണ് അദ്ദേഹം. ഒരാൾ ഭാഷാപിതാവാണെങ്കിൽ ഒരാൾ മാർക്സിസത്തിൻ്റെ പിതാവായി. ഇത് രണ്ടും തിരൂരിൻ്റെ സംഭാവനയാണ്. അതിനെക്കുറിച്ച് എന്താ നമ്മളിപ്പോൾ ഒന്നും പറയാത്തത്? അപ്പം ചില കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതിയോ? ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ എല്ലാം. ഇന്ത്യയിലെ മാർക്സിസ്റ്റ് സ്കോളേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം അഗ്രഗണ്യനായിട്ട് നിൽക്കുന്നത് ഇദ്ദേഹമാണ്, ആദ്യത്തെ 3-4 ആൾക്കാരിൽ. പക്ഷെ ചരിത്രം ചിലരെ പരിപൂർണമായിട്ട് വിസ്മരിക്കും. ചരിത്രം ചിലരെ വേണ്ടാതെ ഓർക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെല്ലാം ഓർക്കുന്നത് മാർക്കറ്റിംഗ് ടെക്നോളജിയിലൂടെയാണ്. പ്രത്യേകിച്ച് റീൽസ്, ഫേസ്ബുക്ക് അങ്ങനത്തെ സാധനങ്ങളിലൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കും. അതല്ലല്ലോ ചരിത്രം. അപ്പം ഈ പൗരാണിക ചരിത്രത്തിന് എഴുതിക്കൊണ്ടുവരുമ്പോൾ വാത്മീകിയുടെ രാമനാണോ ഇന്നത്തെ രാമൻ? ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനമല്ലേ. അവിടെയാണ് നേരത്തെ പറഞ്ഞ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുക, വിശ്വാസങ്ങളെ സ്വാധീനിക്കുക. വിശ്വാസത്തിനെ ഒന്നും ആരും ചോദ്യം ചെയ്യണ്ട. പക്ഷെ വിശ്വാസങ്ങളെ വൈകൃതവൽക്കരിക്കുമ്പോൾ, വിശ്വാസങ്ങളെ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അത് പ്രതിരോധിക്കപ്പെടണം. ഈ ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാർക്ക്, ഇതിൻ്റെ അപനിർമ്മിതി സൃഷ്ടിക്കുന്നവർക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. രാമായണം വായിച്ചവർ ഇന്ത്യയിൽ ഒരു 80% ഈ വാത്മീകി രാമായണം വായിച്ചിട്ടില്ല. എന്താ പറയുക, തുഞ്ചൻപറമ്പിൽ കർക്കിടക മാസത്തിൽ രാമായണ പാരായണമുണ്ട്. എല്ലാ മാസങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. കേൾക്കാൻ പലരും പോകുന്നുണ്ടാവാം. എണ്ണമൊക്കെ കുറവാണ് കേൾക്കുന്നവരുടെ. ആ കേൾക്കുന്നവരിൽ ബഹുഭൂരിഭാഗത്തിനും ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. പറയുന്ന ചിലർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറയും. ഇപ്പം വാത്മീകിയുടെ രാമനല്ല ഇന്ത്യയിലെ രാമൻ എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമെന്നതിനപ്പുറത്ത് ഇന്ന് യുദ്ധത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും പ്രതിരൂപമാക്കി അതിനെ മാറ്റിയെടുത്തു. വിദ്വേഷത്തിൻ്റെ സ്പർദ്ധയുടെ പ്രതിരൂപമാക്കി മാറ്റിയെടുത്തു. അവിടെയാണ് മിത്തോളജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹിസ്റ്ററി. ചരിത്ര പുരുഷനാക്കി മാറ്റി. ഇത് ഭീകരമായൊരു വസ്തുതയാണ് നമ്മുടെ മുന്നിൽ. ഇത് രാമനെക്കുറിച്ചുള്ള നിഷേധമല്ല. ഇത് നമ്മുടെ മുന്നിൽ കാണുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള ചിത്രങ്ങളാണിതെല്ലാം. അങ്ങനെ എന്തൊക്കെയാണ് വ്യാഖ്യാനിക്കാം. രാമായണത്തിനെയും മഹാഭാരതത്തിനെയും ഖുറാനെയും ബൈബിളിനെയും ഒക്കെ നമ്മൾ വ്യാഖ്യാനിച്ചുകൊണ്ട് അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റും. പക്ഷെ അതിനെ ഉപയോഗിക്കാതെ ചാതുർവർണ്യവും ഈ ജാതി വിവേചനവും ഉച്ചനീചത്വം പടർത്താൻ വേണ്ടി ബ്രാഹ്മണ്യം അരക്കെട്ടുറപ്പിക്കുന്ന സ്ഥിതിയാണ് ഈ പുരാണങ്ങളെ ഉപയോഗിക്കുന്നത്. അവിടെ ബ്രാഹ്മണനെ ക്ഷത്രിയനെ തൊടില്ല, ക്ഷത്രിയൻ വൈശ്യനെ തൊടില്ല, വൈശ്യൻ ശൂദ്രനെ തൊടില്ല. ഇപ്പോഴും പബ്ലിക് കിണറുകളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഡിസ്ട്രാക്ഷനിലൂടെ പറ്റുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും ഉച്ചനീചത്വം നിലനിൽക്കുന്നു, ഭീകരമായ ജാതി സമ്പ്രദായം നിലനിൽക്കുന്നു. പിന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ പറയുന്നു. സ്വാതന്ത്ര്യം കിട്ടി, ശരിയാ, 1947. പക്ഷെ നമുക്ക് സാമൂഹിക സ്വാതന്ത്ര്യമുണ്ടോ? സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ടോ? ഹിസ്റ്റോറിക്കൽ ഡിസ്ട്രാക്ഷനിലൂടെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ലേ, അതും ഒരു ഭാഗമല്ലേ. മനുഷ്യന് മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു രാഷ്ട്രീയ, ഭൗതിക, സാമൂഹിക സാഹചര്യം ഇവിടെ പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. സമൂഹത്തിൻ്റെ താഴ്ന്ന ശ്രേണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഇപ്പോഴുമുള്ള തോന്നൽ ഞങ്ങൾക്കിതൊക്കെ വിധിക്കപ്പെട്ടിട്ടുണ്ട്. പോരാട്ടത്തിന് അവർ തയ്യാറല്ല. വിധിയിൽ വിശ്വസിക്കുന്ന ജനവിഭാഗം അതല്ലേ. ഒരു ബൈബിളിൻ്റെ കഥ പിടിച്ചുകൊണ്ടല്ലേ ജെറൂസലേം ഈ നെത്യാന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും പലസ്തീനിനെ മുഴുവൻ നിലംപരിശാക്കുന്നത്. എത്ര കാലഘട്ടമായി, 1948 മുതൽ തുടങ്ങിയതല്ലേ. അല്ലെ, ഇസ്രായേൽ ഭരിച്ചിട്ടുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ ഇപ്പോഴത്തെ നെത്യാന്യാഹു വരെ എപ്പോഴും പലസ്തീനെതിരെ നിലപാടെടുക്കാൻ കാരണം പുരാണങ്ങളുടെ ദുർവ്യാഖ്യാനമല്ല അതിൻ്റെ അടിത്തറ. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പം ഇതൊരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മുന്നിൽ. അപ്പം ചരിത്രത്തിനെ വലിയ വസ്തുനിഷ്ഠമായി സത്യസന്ധമായി പഠിച്ചിട്ടില്ല എങ്കിൽ
രാജ്യം ഛിന്ന ഭിന്നമാകും, സമൂഹം ഛിന്ന ഭിന്നമാകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത് സുഖലോലുപതയും ആഡംബരതയും ഈ പറയുന്ന ഭൗതിക ജീവിത സുഖങ്ങളോടുള്ള അത്യാർത്തികളും. സയന്റിഫിക് ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു, അതിനെയൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ വാട്സാപ്പിലൂടെയും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചരിത്രകാരന്മാരുള്ളത്. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ചരിത്രത്തിനെ നിർമ്മിക്കുന്ന ചരിത്രകാരന്മാർ. എന്തും എഴുതാമതിലും എന്തും പറയാമതിലൂടെ, എന്തു ചിത്രങ്ങളും പ്രദർശിപ്പിക്കാം ഈ സോഷ്യൽ മീഡിയയിലൂടെ. പക്ഷെ ഈ പറയുന്ന ഏറ്റവും വലിയ ചരിത്രകാരന്മാരുള്ളായിരുന്ന അവരെഴുതിയിട്ടുള്ള ബൃഹത്തായ പുസ്തകങ്ങൾ വായിക്കാനോ അവരുടെ വീക്ഷണങ്ങൾ അറിയാനോ, ഒരു ചരിത്രകാരൻ്റെ പുസ്തകം നമ്മൾ വായിച്ച് അത് ശരിയോ അല്ലയോ എന്ന് നമ്മൾ തന്നെ സ്വയം അപഗ്രഥിക്കണം. ഇപ്പം മാർക്സ് വായിച്ചാൽ മാർക്സ് ശരിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഗാന്ധി വായിച്ചാൽ ഗാന്ധി ശരിയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് രണ്ടും വായിച്ചിട്ട് ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് സ്വയം അപഗ്രഥിക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ചരിത്ര വിദ്യാർത്ഥിയുടെ സത്യസന്ധത വെളിപ്പെടുക. അതാണ് അന്ധമായി മാർക്സിനെയും വിശ്വസിക്കേണ്ട, ഗാന്ധിയും വിശ്വസിക്കേണ്ട. ഓരോരുത്തർക്കും ഓരോ വീക്ഷണം ഉണ്ടാകും. പക്ഷെ അത് അവർ പറയുന്ന സത്യത്തിനെ ഉൾക്കൊള്ളുക, അവർ പറയുന്ന നീതിബോധത്തിനെ ഉൾക്കൊള്ളുക. അങ്ങനെയാണ് എല്ലാ പ്രദേശ ചരിത്രം പറയുമ്പോൾ, പ്രാദേശിക ചരിത്രം പറയുമ്പോൾ അവിടുത്തെ ഭാഷ, അവിടുത്തെ വേഷവിധാനം, അവിടുത്തെ ഡയലക്റ്റിക്സ് ഇതെല്ലാം അതിന് ഉൾക്കൊള്ളും. ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹിത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആരാധനാ രീതികൾ, ഇവിടുത്തെ വിശ്വാസ രീതികൾ, ഇവിടുത്തെ പൊതുജനങ്ങളുടേതായിട്ടുള്ള ഭക്ഷണ രീതികൾ, ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭാരതപ്പുഴ നൽകിയിട്ടുള്ള അനന്യമായ സംസ്കാരം തിരൂരിനെ ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. സാമൂതിരി ഭരിച്ചിരുന്ന പ്രദേശമാണ്. ആ സാമൂതിരി ഭരിച്ചിരുന്ന പ്രദേശത്ത് വെട്ടത്ത് നാടിലും കോലത്തിരി നാടിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മാമാങ്കം അത് വലിയൊരു ചരിത്രമുണ്ടാക്കിയതാണ്, അതിഗംഭീരമായ യുദ്ധമുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ പഠിച്ചതെന്താ? ഇത് യുദ്ധം. സാമൂതിരി നിലപാട് തറയ്ക്ക് കാവൽ നിന്നുകൊണ്ട് ചാവേറുകളായിട്ട് വരുന്നവരെ മുഴുവൻ സാമൂതിരി ആക്രമിക്കാൻ പോകുമ്പോൾ അവരെ വധിച്ചുകൊണ്ട് സാമൂതിരി രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ നമ്മൾ പഠിച്ചത് അതാ. പക്ഷേ എത്രമാത്രം ധീരരായ വിപ്ലവകാരികളായിട്ടുള്ള മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ ബലി കൊടുക്കേണ്ടി വന്നു അവരുടെ ജീവിതത്തിന്, ഒരു രാജാവിന് വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് എന്താരും പഠിപ്പിക്കാത്തത്? നിളാനദി ചോരപ്പുഴയാക്കിയില്ലേ? ആ ഒരു ചരിത്രം പഠിക്കണ്ടേ? അപ്പം അങ്ങനെയൊക്കെ വലിയൊരു ചരിത്ര സംഹിതി തിരൂരിനുമുണ്ട്, ഇന്ത്യക്കുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. നവോത്ഥാനത്തിൻ്റെ ചരിത്രം, അങ്ങനെ പല ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം വളരണമെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ജനജീവിതത്തിനെ ബാധിച്ചിട്ടുള്ള എത്രയോ കാലഘട്ടമായിട്ട് നിലനിന്നിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങൾ, പ്രകൃതിയുടെ ജീവജാലങ്ങളുടെ സമന്വയങ്ങൾ, പ്രകൃതിയും മനുഷ്യനും ഒത്തിണങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ പാതകൾ, വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുത, സമന്വയം, പള്ളിയും അമ്പലവും മറ്റ് ദേവാലയങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഈ പ്രദേശങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂമും സാമൂതിരിയും തമ്മിലുള്ള അടുപ്പം, കുഞ്ഞാലിമരയ്ക്കാരും സാമൂതിരിയും തമ്മിലുള്ള അടുപ്പം, തിരൂർ പൊന്നാനി പ്രദേശത്ത് വൈദേശിക ശക്തികൾ വന്നപ്പോൾ അവർക്കെതിരായ പടപൊരുതിയ ചരിത്രം, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള വലിയ ബൃഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിലൂടെ വേണം ഒരു പ്രാദേശിക ചരിത്രം ഉണ്ടാകേണ്ടത്, വിഭാഗീയതയുടെ വഴിയിലൂടെയല്ല, വിധ്വംസനത്തിൻ്റെ വഴിയിലൂടെയല്ല. അപ്പോൾ മനുഷ്യസ്നേഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഭാഷയെ ഉൾക്കൊണ്ടുകൊണ്ട്, സംസ്കാരത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ മനുഷ്യന്മാരുടെ പൂർവികന്മാരുടേതായിട്ടുള്ള പലതരത്തിലുള്ള നന്മകളെ സ്വീകരിച്ച് തിന്മകളെ തിരസ്കരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണമാകണം ഒരു പ്രദേശം നടത്തേണ്ടത്. മലപ്പുറം ജില്ലയ്ക്കാണെങ്കിൽ അതിനേക്കാൾ ബൃഹത്തായ ചരിത്രമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ തിരൂർ എന്ന പ്രദേശത്തിൻ്റെ ഈ വെട്ടത്ത നാടിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രദേശത്തുണ്ടായിട്ടുള്ള ഉജ്ജ്വലമായ മാനവ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ പാതയെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിർത്താൻ അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ചരിത്രത്തിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഈ പറയുന്ന കാര്യങ്ങൾ, ചരിത്രത്തിനെ വിധ്വംസനത്തിന് വിധേയമാക്കരുത്, ചരിത്രത്തിനെ സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട്. കാരണം ചരിത്രം മനുഷ്യന് മുന്നോട്ട് നടക്കാനുള്ള വലിയൊരു ഉപകരണമാണ്, സർഗാത്മകതയുടെ ഉപകരണം, ചൈതന്യവത്തായിട്ടുള്ള ഉപകരണം. ആ ചരിത്രത്തിനെ പഠിച്ച് ചരിത്രം മനുഷ്യനെ ഉണ്ടാക്കുന്ന പ്രക്രിയയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.